ലാസ്റ്റ് 5-6 years ആയി സിദ്ദിഖ് കൗസ്തുഭത്തിൽ താമസിക്കുന്നു. പല ഫ്ലാറ്റുകളും ടൈംലി ഹാൻഡിങ് ഓവർ ചെയ്യുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഫ്ലാറ്റ് വാങ്ങിയാൽ നമ്മൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്താൽ, നമ്മൾ ലോണൊക്കെ എടുത്ത് വാങ്ങിയാൽ എന്താവും എന്ന ഒരു ടെൻഷനിലിരിക്കുമ്പോഴാണ് ഈ സിദ്ധി ഹോംസിനെ പറ്റി ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തതാണ്. എനിക്ക് ആരും പ്രിഫർ ചെയ്തതല്ല. ഒത്തിരി വീടൊക്കെ നോക്കി, പക്ഷേ എനിക്ക് ഫ്ലാറ്റ് സേഫ്റ്റി ഭാഗം ക്ലിയർ ആയിട്ട് നോക്കിയപ്പോൾ ഫ്ലാറ്റ് തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് തന്നെ നോക്കി. അങ്ങനെ ഓഫീസിലൊക്കെ ഒത്തിരി സെർച്ച് ചെയ്തു. പല ബിൽഡേഴ്സിൻ്റെയൊക്കെ ആ സമയത്ത് നമുക്ക് കംപ്ലീഷൻ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മളെ സംബന്ധിച്ച് റെൻറ്റിന് താമസിക്കുമ്പോൾ കംപ്ലീഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഫസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ ശ്രീകലയായിരുന്നു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരുന്നത്. വീണ്ടും അതിനെപ്പറ്റി സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് സിദ്ദിഖ് കൗസ്തുഭം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കൺസ്ട്രക്ഷൻ. ആ സമയത്ത് പാരലലായിട്ട് ഫ്ലാറ്റ് വാങ്ങിയ നമ്മുടെ ഓഫീസ് സ്റ്റാഫ് പലരും ഫേസ് ചെയ്ത പ്രോബ്ലംസ് ഒന്നും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നില്ല. നമുക്ക് ഫസ്റ്റ് മുതലേ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് മുതൽ പവർ ഫെയിലിയർ അങ്ങനെ ഒരു പ്രോബ്ലവും ഫേസ് ചെയ്യേണ്ടി വന്നില്ല. ഇതെല്ലാം നമുക്ക് ഇങ്ങോട്ടേക്ക് കയറി വന്ന് തരുന്നത് പോലെ ആയിരുന്നു. വൈഫ് വർക്ക് ചെയ്യുന്നത് എൻജിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രാഞ്ച് റിഫൈനറി അടുത്ത് തന്നെയുണ്ട് ഓഫീസ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ തൃപ്പൂണിത്തുറയിലോട്ട് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മളിവിടെ റെൻറ്റിനായിരുന്നു തുടക്കത്തിൽ താമസിച്ചിരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് തൃപ്പൂണിത്തുറ ഈ പ്രദേശങ്ങളെല്ലാം നമുക്ക് തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ഒരു ആദ്യമായിട്ട് തൃപ്പൂണിത്തുറ ഒരു വീട് സ്വന്തമാക്കാൻ എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി സെർച്ചിങ് എല്ലാം തുടങ്ങിയത്. ആ സമയത്താണ് വീണ്ടും സിദ്ധിയുടെ വേറെ കുറേ പ്രോജക്റ്റുകളിൽ ഒന്നായ സിദ്ധി പ്രണവം എന്ന് പറയുന്ന പ്രോജക്റ്റ് നമ്മൾ യാദൃശ്യമായിട്ട് കാണാൻ ഇടയാകുകയും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള മാനേജ്മെൻറ്റാണ് സിദ്ധിയുടെ. പിന്നെ വേറൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് കംപ്ലീഷൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നൊരു വൺ ഓഫ് ദ ബിൽഡർ. പിന്നെ മോർ ഓവർ തിങ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മോളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ മോക്ക് ഒരുപാട് ഫ്രണ്ട്സ്, അപ്പം ഫ്രണ്ട്സുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റിയ, ഫ്ലാറ്റിൽ തന്നെ ഫ്രണ്ട്സുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റിയ കുറേ അവസരങ്ങളുണ്ടായി. അവൾ അധികം ഇൻട്രാക്ട് ചെയ്യില്ലായിരുന്നു ആരെയായിട്ടും. പക്ഷെ ഇവിടെ വന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ, നമ്മൾ താമസിക്കുന്ന ആ ഒരു ഏരിയയിൽ 3 അപ്പാർട്ട്മെൻറ്റ്സ് ഒരുമിച്ചായിരുന്നു. ഒത്തിരി കുട്ടികളൊക്കെ കണ്ട് ഇൻട്രാക്ട് ചെയ്തു. അതായത് ആ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ നല്ലതാണ് നമുക്ക് ആ ഒരു ഏരിയയിൽ അങ്ങനെ ആയിരുന്നു. പിന്നെ അതിനുശേഷം ഹസ്ബൻഡ് പാരലൽ ട്രാൻസ്ഫറായി വന്നു. പുള്ളിക്ക് സിദ്ധിയായിട്ട് ഇപ്പോൾ ഒരു ഇൻട്രാക്ട് ചെയ്ത ആ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ കൊണ്ട് മാത്രം വീണ്ടും നമ്മൾ സിദ്ധിയിലേക്ക് തന്നെ ഇറങ്ങി. ഈ തൃപ്പൂണിത്തുറയിൽ പല ബിൽഡേഴ്സും ഉണ്ട്, പക്ഷെ നമ്മൾ അതിലേക്കൊന്നും കയറിയില്ല. നമുക്ക് ഉണ്ടായ അനുഭവം നല്ലതായതുകൊണ്ട് മാത്രം നമ്മൾ ഇതിലേക്ക് വീണ്ടും ഇറങ്ങി. അതുകൊണ്ട് നമ്മൾ പ്രണവും ബുക്ക് ചെയ്തു.